ടോപ്പിക് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഗെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ കേട്ടോ. കാരണം എനിക്ക് ഒരുപാട് പേര് കമൻ്റ് ആയിട്ട് പറഞ്ഞിരുന്നു, ചേച്ചി വെയിറ്റ് ഗെയിൻ വീഡിയോസ് ഇടുമോ, വെയിറ്റ് ഗെയിൻ ടിപ്സ് പറഞ്ഞു തരുമോ, അതേപോലെ എത്ര മാസം കൊണ്ട് വെയിറ്റ് കൂടാം, നമുക്ക് എത്ര വെയിറ്റ് വേണം നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക, അങ്ങനെ ഒരു മാസം കൊണ്ട് നമുക്ക് എത്ര കിലോ വരെ കൂടും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എൻക്വയറീസ് വന്നിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന്. കാരണം നമ്മുടെ കണ്ടന്റ് തന്നെ എന്താ വെയിറ്റ് ഗെയിൻ ആണ്. അപ്പോൾ നമ്മുടെ വെയിറ്റ് ഗെയിൻ റിലേറ്റഡ് വീഡിയോസ് അല്ലേ ഇടേണ്ടത്. അപ്പോൾ ഇതാ ഒരുപാട് പേര് കമൻ്റായിട്ട് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് എനിക്കൊരു ടാർഗറ്റ് ഉണ്ടായിരുന്നു, ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ട് പറയാമെന്നായിരുന്നു. പിന്നെ എനിക്ക് തോന്നി ഇപ്പോൾ വെക്കേഷൻ ടൈമാണ്, അപ്പോൾ പലർക്കും ഇപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ നല്ലൊരു ടൈമാണ്. കാരണം നമ്മളിനി വർക്കിന് പോയി തുടങ്ങിയാലോ അല്ലെങ്കിൽ നമ്മളിപ്പം ക്ലാസ്സിന് പോയി തുടങ്ങിയാലോ ഒന്നും നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പറ്റും, നമുക്ക് ഈ ടൈം ഉണ്ടല്ലോ, അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടി യൂസ്ഫുള്ളായിരിക്കും. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഒരുപാട് പേര് വീട്ടിലിരിക്കാവും അല്ലേ. അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആട്ടോ ഇത്, വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്. സോ നമുക്ക് വെയിറ്റ് ഗെയിൻ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമുക്ക് വെയിറ്റ് ഗെയിൻ്റെ മുന്നേ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓരോരോ വീഡിയോ ആയിട്ട് ചെയ്യാം. കാരണം വെയിറ്റ് ഗെയിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. വെയിറ്റ് ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇനി വെയിറ്റ് നമുക്കിപ്പോൾ ഒരു 50 ആണെങ്കിൽ 50 കിലോ ആയതിനു ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടാൽ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഞാൻ വെയിറ്റ് കൂടിയിട്ട് വെയിറ്റ് കുറഞ്ഞ ഒരാളാണ്. അതിന് റീസൺ എനിക്കറിയില്ലായിരുന്നു വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലാന്ന്. എനിക്കറിയാത്തതുകൊണ്ട് ഞാനത് ചെയ്തു പോയി. അതുകൊണ്ട് എൻ്റെ വെയിറ്റ് കുറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു ആ വെയിറ്റ് ഒരു 5 മാസത്തോളം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ട് അത് പോയി. ആ വെയിറ്റ് കംപ്ലീറ്റ് പോയി. ഇപ്പോൾ പിന്നെയും വെയിറ്റ് കുറഞ്ഞിരിക്കുകയാണ്. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു വീഡിയോസ് ഇടാറില്ലായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ലേ, എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നു. കാരണം ഇപ്പോൾ നമുക്ക് വർക്ക് ഉണ്ട്. ഞാൻ രാവിലെ 8 മണിക്ക് വർക്കിന് പോയാൽ പിന്നെ 12 ഞാൻ ഫുഡ് കഴിക്കാം. അതിനിടയിൽ ബ്രേക്ക് ടൈമോ ടീയോ ഒന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെ 1 മണിക്കാകുമ്പോൾ പോയാൽ പിന്നെ നമ്മൾ വരിക 5 മണിക്കാണ്. അതിൻ്റെ ഇടയിലും ബ്രേക്കോ ടീയോ ഒന്നുമില്ല. അപ്പോൾ അത്രയും ബ്രേക്ക് നമ്മൾ എടുക്കുന്നുണ്ട്, അല്ല അത്രയും ഗ്യാപ്പ് നമ്മൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം വെയിറ്റ് ഗെയിൻ എനിക്കത് ഒരു റിസൾട്ട് കിട്ടുന്നില്ല. കാരണം അത്രയും ടൈം ഗ്യാപ്പ് വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്നാലും ഞാനിപ്പം ട്രൈ ചെയ്ത് ഇപ്പം ഞാനൊരു 1.5 kg കൂടിയിട്ടുണ്ട് കേട്ടോ. അത് ഞാനിപ്പോൾ വർക്ക് താൽക്കാലികമായിട്ട് ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. കാരണം എനിക്ക് നല്ല രീതിയിൽ ഹെൽത്ത് ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം ഈ വർഷം 2025 തുടങ്ങിയിട്ട് 4 മാസമായി. അപ്പോഴേക്കും എനിക്ക് 3 വട്ടം പനി വന്നു. അതിൻ്റെ ഇടയിൽ എത്രയോ വട്ടം എനിക്ക് അലർജി വന്നു. അതൊക്കെ എനിക്ക് ഒട്ടും ആരോഗ്യമില്ലാത്തത് കൊണ്ടാണ്. അപ്പം ഞാനിങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്യും, പനി വരും, പോകും. ഇല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ ചെയ്യും, ചിലപ്പോൾ നമ്മൾ ഇപ്പം എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകും, വെയിറ്റ് കുറയും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഹെൽത്ത് ഈസ് വെൽത്ത്, ഹെൽത്ത് കഴിഞ്ഞിട്ട് മതി ഇനിയൊക്കെ. അപ്പം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നിടത്ത് കുറച്ച് ദിവസം ലീവ് എടുത്തിരിക്കുകയാണ്. കാരണം എനിക്ക് വെയിറ്റ് കൂട്ടിയേ പറ്റൂ. ഇനി കൂട്ടാതെ ഒന്നും നടക്കില്ല. കാരണം എനിക്ക് നല്ല രീതിയിൽ ക്ഷീണം വരുന്നുണ്ട്. അതായത് ഞാനൊന്ന് അടിച്ചു ഒരുക്കഴിഞ്ഞാൽ ഞാൻ അവിടെ കുറച്ചേരം ഇങ്ങനെ ഇരിക്കും. ഭയങ്കര ക്ഷീണം, ഭയങ്കര തളർച്ച, അങ്ങനെ ഭയങ്കരമായിട്ട് ടയേർഡായി പോകുന്നുണ്ട്. അതേപോലെ ഇനി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചാലോ, ഞാൻ ഇന്നലെ അല്ല, കുറച്ച് ദിവസം മുന്നേ ഞാൻ എന്താ പറയുക വെയിറ്റ് കൂട്ടണം എന്നുള്ള വാശിയിൽ ഞാൻ കഴിക്കുന്ന ഒരു മിനിമം ക്വാണ്ടിറ്റി ഉണ്ടാവില്ലേ, അതുപോലെ എനിക്കിപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഗ്യാസ് കയറി ഒരു പരിവായിട്ടുണ്ട്. അപ്പം ഞാനൊരു അപ്പം അടാന്ന് പറയും നമ്മൾ, ഈ പത്തിരീൻ്റെ മാവ് കൊണ്ട് അട പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ തേങ്ങയും ശർക്കരയൊക്കെ ഇട്ട് ആ ഒരു സാധനം ഒറ്റൊരപ്പം കഴിച്ചിട്ടുള്ളൂ. പിന്നെ അതേപോലെ ഒരു മുട്ട ബജി, ഈ 2 സാധനവും ഞാൻ കഴിച്ചിട്ടുള്ളൂ. കഴിച്ച് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ടാവില്ല, ഞാൻ കംപ്ലീറ്റ് ഛർദ്ദിച്ച്. അതേപോലെ ചോറൊന്നും എനിക്ക് ഒട്ടും ഇറങ്ങുന്നില്ല. അപ്പം അങ്ങനെ ആയപ്പോൾ ഞാൻ അമ്മനോട് പറഞ്ഞു, അമ്മ ഞാൻ കുറച്ച് ദിവസം എന്തായാലും ലീവ് എടുക്കുകയാണ്. കാരണം എനിക്ക് പറ്റുന്നില്ല ഇങ്ങനെ വർക്ക് നമുക്ക് വർക്ക് പിന്നെയും ചെയ്യാം, പക്ഷെ ഹെൽത്ത് ഇല്ലാതെ നമുക്ക് എത്ര വർക്ക് ചെയ്തിട്ടും കാര്യമില്ലല്ലോ. അപ്പം ഞാൻ ഇപ്പോൾ കുറച്ച് ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ഇപ്പം അതുകൊണ്ട് തന്നെ 1.5 കിലോ കൂടി. അതിന് മുന്നേ ഞാൻ നന്നായിട്ട് ക്ഷീണിച്ചിരുന്നതായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര മടി, എനിക്ക് ഒട്ടും കോൺഫിഡൻസിലായിരുന്നു. കവളൊക്കെ ഇങ്ങനെ ഒട്ടിപ്പോയിരുന്നു. ഒന്നായിട്ട് ഫേസ് ഒന്നായിട്ട് നമുക്ക് കാണുമ്പോഴും മനസ്സിലാവും ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോയി. അപ്പം അങ്ങനെ അപ്പോൾ എല്ലാവരും പറയാൻ തുടങ്ങി നന്നായിട്ട് ക്ഷീണിക്കുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് ക്ഷീണിക്കുന്നുണ്ട്. കാരണം എൻ്റെ മുഖം ഒന്നായിട്ട് ഡള്ളായി, ഭയങ്കരമായിട്ട്
നല്ല മെലിഞ്ഞങ്ങോട്ട് പോയി, ഇങ്ങനെ കോല പോലെ ആയിപ്പോയി. കാരണം നമുക്ക് വർക്ക് ചെയ്യല്ലേ, അപ്പം അതിൻ്റെ ഒരു ഇതും ഉണ്ടാവുമല്ലോ അങ്ങനെ. അപ്പോൾ ഞാൻ ഗ്യാപ്പ് എടുത്തിരിക്കുകയാണ്. ഇപ്പം ഞാൻ വെയിറ്റ് ഗെയിൻ സ്റ്റാർട്ട് ചെയ്തു, പിന്നെയും സ്റ്റാർട്ട് ചെയ്യും, ഫ്ലോപ്പാവും, സ്റ്റാർട്ട് ചെയ്യും, ഫ്ലോപ്പാവും, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണേ. ഇനി എന്തായാലും ഫ്ലോപ്പാക്കണ പണിയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ബ്രേക്ക് എടുത്തിട്ട് എന്നെ ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ വെയിറ്റ് ഗെയിൻ ട്രൈ ചെയ്യല്ലേ, അപ്പം ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ഗെയിൻ റിലേറ്റഡ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞേക്കാം, വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. വെയിറ്റ് ഗെയിൻ ചെയ്യാനൊന്നും ഒരു പണിയില്ല, നമുക്ക് ഈസി ആയിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാം. പക്ഷേ ആ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും അതേപോലെ പ്രോപ്പറായ രീതിയിൽ നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടില്ലെങ്കിലും അത് നമുക്ക് ഭയങ്കര രീതിയിൽ ഒരു സൈഡ് എഫക്റ്റ് ആയിരിക്കും. കാരണം വെയിറ്റ് ഗെയിൻ ആയാലും വെയിറ്റ് ലോസ് ആയാലും ഇനി എന്ത് ട്രാൻസ്ഫോർമേഷൻ ആയാലും അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെയൊക്കെ വെയിറ്റ് ഗെയിന് മുന്നേ ചെയ്യേണ്ട കാര്യങ്ങൾ, വെയിറ്റ് ഗെയിൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് ടൈം കിട്ടുമ്പോൾ ചെയ്യണം. ഓക്കെ.